ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റൽ കേസും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിപ്പോയി. അങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് കുറച്ചൊരു വെട്ടം കണ്ടപ്പോഴത്തേന് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, വീഡിയോ നമ്മുടെ ഓല ബൈക്കിൻ്റെ ചെയിൻ ലൂബിങ് ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ മുറ്റത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ ഈ വണ്ടി ചെയിൻ ലൂബ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് വണ്ടി ഒന്നെടുത്ത് മുറ്റത്തോട്ട് വയ്ക്കാം, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചെയ്യാം. ഇപ്പോഴേ ഉള്ളു കുറച്ച് വെട്ടം വന്നു തുടങ്ങിയത്. കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ തന്നെ ആയിരുന്നു. അത് കാരണം വണ്ടി അങ്ങനെ വെളിയിലുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടി ഇപ്പോൾ 1691 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ ആണെങ്കിൽ ഞാൻ ഒറ്റ വട്ടം ചെല്ലൂപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാനായിട്ട് പറ്റിയില്ല. കറക്റ്റ് ഒരു 800 ഈ ചെയിൻ വെച്ച് കൊടുക്കുന്ന വണ്ടികളെല്ലാം എന്തായാലും നമ്മളൊരു 800 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയിൻ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ചെയിൻ എന്തായാലും ലൈഫ് കിട്ടത്തുള്ളൂ. ഇപ്പം നിലവിൽ ചെയിൻ ലൂബ് ചെയ്യാർ ആയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഈ ഓലയുടെ S1X Gen 3 എങ്ങനെയായിരിക്കും ചെയിൻ ലൂബ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് ഇന്ന് എടുത്തേക്കുന്ന ഈ 2 ഐറ്റംസ് ആണ്. ഇത് ജസ്റ്റ് ചെയിൻ ക്ലീൻ ആയിട്ടൊരു സാധനം, പിന്നെ നമ്മുടെ നോർമൽ ചെയിൻ ലൂബ്. 150 രൂപയുടെ ഒരു ലൂബാണ് ഞാൻ എടുത്തേക്കുന്നത്. അധികം കൂടിയതൊന്നും എടുത്തിട്ടില്ല. നോർമലി കടയിൽ ചെന്ന് ചോദിക്കുമ്പോഴത്തേന് ചെയിൻ ലൂബ് വരാൻ പറയാം. ആ ചെയിൻ ലൂബാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, വണ്ടിയുടെ കോലം പക്ഷെ നിങ്ങളൊന്ന് കണ്ടാൽ അറിയാം. ഈ ഒരു മഴയത്ത് കിടന്ന് ഓടിയിട്ടായിരിക്കണം വണ്ടിയുടെ ആ ചെയിൻ്റെ ആ സൈഡെല്ലാം ഫുള്ള് പൊടി പിടിച്ച് ഫുള്ള് അലമ്പാണ്. ആ ഫ്രണ്ടിലൊക്കെ ഫുള്ള് പൊടിയും ചെളിയാണ്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. കാരണം വണ്ടി നല്ലോണം കൊണ്ടുവരുന്നതാണ്. ഇപ്പം ഈ മഴയത്ത് ഓടിച്ച് വണ്ടി ഫുള്ള് അലമ്പായി പോയിട്ടുണ്ട്. ടൂളായിട്ട് ഇവന്മാർ തന്നിട്ടുള്ളത് ആകപ്പാടെ ഒരു 14ന്റെ സ്പാൻഡറും ഉണ്ട്, ഒരു ചെറിയ എല്ലങ്കി ഉണ്ട്. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് ടൂളായിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഇപ്പൊ എല്ലാ പാർട്സും ഊരാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് രണ്ടും മാത്രം തന്നിട്ടുള്ളത്. ലൂബിനായിട്ട് മെയിനായിട്ട് ഊരേണ്ടത് ഈ 2 കവർ പാർട്ടാണ്. ഇത് രണ്ടും ഊരിയാൽ തന്നെ നമുക്ക് ആ ചെയിൻ കാണാൻ പറ്റും. പിന്നെ നേരെ ക്ലീൻ ചെയ്തിട്ട് അങ്ങ് ലൂബ് ചെയ്താൽ മാത്രം മതി. ഇത് ഊരാനായിട്ട് 1 2 3 4 നട്ടുണ്ട്. ആ നട്ട് നമുക്ക് ഈ എല്ലാങ്കി വെച്ചിട്ട് ഊരാം. വലിയ ടാസ്ക് ഇല്ല, ഒന്ന് ഊരി അല്ലെങ്കിൽ കിട്ടിയ വലിയ ടാസ്ക് ഇല്ല. ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒട്ടും ഊരാതിരുന്നത് പെട്ടെന്ന് ഊരുമ്പോഴത്തേനാണ് നമുക്ക് ഊരാനായിട്ട് പാട്. പിന്നെ അത് ഷോറൂമിൽ ഉള്ളവർക്ക് മാത്രമേ, അവർക്കുള്ള മെഷീൻസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ ഇത് ഊരാനായിട്ട് പറ്റൂ. ഓക്കെ, നമ്മളങ്ങനെ 4 നട്ടും വണ്ടിയുടെ ഊരിയെടുത്ത് 4 നട്ട് ഊരിയെടുത്തതിന് ശേഷം ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ക്ലിപ്പൊന്ന് ഇടിയിക്കുകയാണ്. ഇതിനകത്ത് ഈ ബോഡിക്കകത്ത് ഇവിടെ ക്ലിപ്പുകൾ കാണാം. ക്ലിപ്പുകൾ വെച്ചാണ് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ഓക്കെ, വലിയ പാടൊന്നുമില്ല ഇത് ഊരാനായിട്ട്. ആ ക്ലിപ്പ് ഇങ്ങനെ പിടിച്ച് പൊക്കിയാൽ മാത്രം മതി, നൈസായിട്ട് ഊരിങ്ങി വരും. ഓ, ചെയിൻ്റെ കോലം ബാക്കി ഓടിയപ്പോൾ തന്നെ ഫുള്ള് അലമ്പായി തുടങ്ങി. ഇനി ഇപ്പോഴേലും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും പണിയാവും. പക്ഷെ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയിൻ ഇപ്പോഴും ടൈറ്റ് തന്നെയാണ്. ഓടിയിട്ട് ഞാൻ ഇതുവരെ ചെയിൻ ഊരി ടൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. നമുക്ക് ആദ്യം ഈ ക്ലീനർ വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് തുടച്ച് കൊടുക്കാം. കാരണം ഇതാ കവറിങ് ഇരിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ തുടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, 2 കുലുക്കുക. അതേ ഇങ്ങോട്ട് വയ്ക്കുക. അകത്തോട്ടുകൂടെ അടിച്ചു കൊടുക്കുക. അടിയിലും കൂടെ.
സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ചെയിൻ ലൂബ് അടിക്കുന്ന സമയത്ത് വന്ന് കറക്റ്റും കൂടെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പരുവം കണ്ടോ. ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം. അതിനകത്തൊക്കെ ഫുള്ള് അഴുക്കും ചെളിയാണ്. ഈ ചെളിയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യലും കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് ഇരുന്ന് കണക്ക് തന്നെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് മേളിലത്തെ പാട്ടാണ്. താഴത്തെ പാട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൈവച്ച് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പാട്ടെടുക്കണം. ഇതിങ്ങനെ മുകളിൽ വെച്ചതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഗൈസ്. ഇതിനകത്ത് ഈ ഒരു ക്ലിപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അത്ര ഇത് ടൈറ്റ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഓടുന്ന സമയത്ത് ഇതിരുന്ന് കടകടാന്ന് അടിച്ചോണ്ടിരിക്കും. എപ്പോഴും ഇല്ലല്ലേ, എവിടെ ഇത് നട്ടും തിരിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഒരു 5-20 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയും. ആ 4 നട്ട് വിളക്കുക, 2 കവറ് മാറ്റുക, അതിനുശേഷം ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ലൂബ് അടിക്കുക, തിരിച്ച് സെറ്റ് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് 5000 കിലോമീറ്റർ ആയതുകൊണ്ട് അത്രയും നാളെ നമുക്ക് ഈ ചെയിൻ ലൂബ് ചെയ്യാതെ ചെയിൻ സർവീസ് ചെയ്യാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഷോറൂമിൽ കൊണ്ടുപോകാന്നുള്ളത് നടപടിയായിട്ടുള്ള കാര്യമല്ല. ഇതേപോലെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ലൂബ് അടിച്ചിട്ട് ഇത് ലൂബ് അടിച്ച് വിടാവുന്നതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമാകുന്നെങ്കിൽ ഉപകാരപ്രദമായിട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നാളെ.